ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മൾ ജനുവരി 2026 തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ഉണ്ട് ഇത്. എഡിറ്റ് ചെയ്ത് എടുക്കാനൊക്കെ കുറച്ച് ടൈം ലേറ്റായി. വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സമയവും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾക്ക് സമയവും ഇല്ല ഇപ്പോൾ ഒട്ടും. അപ്പോൾ ഇപ്പം കുറേ ഇപ്പോൾ ഇന്നിപ്പോൾ എത്ര അധ്യായം, 2-ാം തീയതി കഴിഞ്ഞ് നിങ്ങൾ 3-ാം തീയതി ആയിരിക്കുമല്ലോ ഇത് കാണണം. അപ്പോൾ എന്തായാലും അന്ന് പറയാൻ വെച്ചാൽ ഹാപ്പി ന്യൂ ഇയർ. ഇന്നിപ്പോൾ പറയട്ടെ ഞാൻ എല്ലാവരോടും രാവിലെ തന്നെ. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ നിൽക്കണത്. ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യട്ടെ. അപ്പോൾ രാവിലെ തന്നെ നല്ല വെള്ളയപ്പമാണ് ഉണ്ടാക്കണത്. വെള്ളയപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 132 ഇപ്പോൾ കുറേ വീട്ടിലോട്ടുള്ള പൊടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇഷ്ടം പോലെ പൊടികൾ ഇരിക്കാണ്ട് ഈ പൊടികളൊക്കെ മുഴുവനും വെക്കേഷൻ കഴിഞ്ഞ് അവർ പോണതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി തീർക്കണ്ടേ. അപ്പോൾ രാവിലെ മുതൽ എല്ലാ ദിവസവും ഇപ്പോൾ ഓരോരോ വെറൈറ്റി ഡിഷുകളാണ് കേട്ടോ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ മിക്കുവിനോട് ചോദിക്കും എന്താണ് നാളെ വേണ്ടതെന്ന്. ഒരുപാട് പൊടി കിട്ടിയേക്കണോണ്ട് അപ്പോൾ വെള്ളയപ്പമാണ് മിക്കുവിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വെള്ളയപ്പം കലക്കി വെക്കണോട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. കലക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നും പോയി തിന്നോളും. ഞാനില്ലല്ലോ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ ഞാൻ അങ്ങനെ കഴിച്ചോളൂ. അപ്പം പോർക്കിറച്ചിയും ഉണ്ട് കേട്ടോ. അപ്പോൾ പോർക്കിറച്ചിയും ചോറൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോണത്. പക്ഷേ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചാടണമെന്നുള്ള ഐഡിയയിലാണ് ഞാനിന്ന് ജോലിക്ക് പോണത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോത്രത്ത് ഫസ്റ്റാണ്. അപ്പോൾ നമുക്കത് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങിയാലാണ് കാർണിവലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മടി പിടിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോലി കുറേ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ടായാലും നമ്മൾ വേഗം പോകേണ്ട. അങ്ങനെ അഞ്ചേട്ടൻ കൊണ്ടുവന്ന് ആക്കിയിട്ട് അറിയാമല്ലോ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. നമ്മൾക്ക് അവിടെ നിന്ന് പിന്നെ ബസ് പിടിച്ചിട്ട് വേണമൊക്കെ പോകാനായിട്ട്. അപ്പം അഞ്ചേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ പോണത്. സഹത്തിൽ കൊണ്ടുവന്ന് എന്നെ ഇറക്കിയിട്ട് ഞാനിനിയിപ്പോൾ അവിടെ നിന്ന് ബസ് കയറിയിട്ട് പോകണം. പറഞ്ഞ നേരം കൂടെ നമ്മുടെ ഓഫീസിലെത്തി. ഞാനിനിയിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് പണികൾ അധികം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 1-ാം തീയതി ആയാലും ലീവ് എടുക്കാണ്ട് വന്നത്. അതിനൊരു ഉച്ചക്ക് എങ്ങനെയെങ്കിലും ലീവൊക്കെ ചോദിച്ചിട്ടൊന്ന് പോകണമെന്ന് ഓർത്തിട്ടാണ് ഇന്നിപ്പോൾ വന്നേക്കുന്നത്. ചോറെടുത്ത് എന്തായാലും വെച്ച് ഇനിയിപ്പോൾ ഒഴിവ് കിട്ടിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പട്ടിണി ആവണ്ടെന്ന് ഓർത്തിട്ടാണ് ചോറെടുത്ത് കൈ പിടിച്ചേക്കണത്. അങ്ങനെ വന്ന് ഓഫീസിലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് ബാഗൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കോട്ടോ. ഇനിയിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഉച്ച കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമുക്ക് ലീവ് കിട്ടുമ്പോൾ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ലീവ് കിട്ടി ഗൈസ്. ഞാൻ രാവിലെ പറഞ്ഞിട്ട് എനിക്ക് ന്യൂ ഇയർ ആഘോഷിക്കണം, ന്യൂ ഇയറിന് പരിപാടിയൊക്കെ ഉണ്ട്, എനിക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോയിക്കൊള്ളാൻ പറഞ്ഞ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ചെക്കൻ്റെ മനസ്സ് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ വേഗം ഇറങ്ങി. ഒരു ഓട്ടോ കിട്ടിയപ്പോൾ തന്നെ വേഗം ഓട്ടോയിൽ ചാടി കയറി കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു 2-3 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിലോട്ട് എത്താനായിട്ട്. കൊടുങ്ങല്ലൂരിൻ്റെ അവസ്ഥ വല്ലാത്ത ശോചനീയമാണ്. ഇന്ന് കുഴിയാണെങ്കിൽ അപ്പുറത്ത് കുഴി, ഇപ്പുറത്ത് കുഴി, മൊത്തം കുഴി, ചെള്ള, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ കിടക്കണം. അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സൊക്കെ കിട്ടി. ബസ്സിലൊക്കെ കയറി ഇനിയിപ്പോൾ ഈ പാലം മുഴുവൻ നടന്ന് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഗോപുരത്തിലോട്ട് എത്തുന്നത്. അങ്ങനെ ഈ പാലം മുഴുവൻ നടക്കണ്ടേന്ന് ഓർത്തപ്പോഴേക്കും മിക്കൂസും അഞ്ചേട്ടനും കൂടി വന്നിട്ട് തിരിച്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഇവരുടെ കൂടെ കയറി വീട്ടിലോട്ട് പോകണം. വേഗം ഭക്ഷണം കഴിക്കണം. എന്താണെന്ന് വെച്ചാൽ 2:30 മണി ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലോണം വിശക്കണുണ്ട്. അപ്പോൾ കൊണ്ടുപോയി കാലത്ത് പൊതി കൊട്ടി കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ വീട്ടിലിരുന്ന് കഴിക്കാൻ വേണ്ട. വേഗം തട്ടി വാരിയൊക്കെ ഇട്ടിട്ട് വേഗം ചോറ് കഴിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്നിട്ട് പ്രാണം കത്തണമെന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് കേട്ടോ ഇപ്പം. വേഗം തപ്പി വരാ ചോറൊക്കെ എടുത്ത് തന്നു. എന്തായാലും വീട്ടിലോട്ട് വന്നതിൻ്റെ പേരിൽ ഒരിത്തിരി കൂടി ചോറിട്ടാൽ തിന്നാനും പറ്റി. എന്തോ അമ്മച്ചി ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാറും അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റി. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വിശക്കണമെന്ന് തോന്നിയാൽ ഒരിത്തിരി ഇട്ട് ചോറ് കഴിക്കാനുള്ള ഒരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ. വിശന്നാൽ അവിടെ വിശന്ന് അങ്ങനെ ഇരിക്കേണ്ടി വരും. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടിയൊക്കെ ചോറൊക്കെ ഇട്ട് തിന്നാലോ. അപ്പോൾ ഇത്തിരി കൂടിയൊക്കെ ചോറൊക്കെ എടുത്തിട്ട് ചാറൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചോറ് എനിക്ക് ഇങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ട് വിരകി ഇങ്ങനെ കുഴച്ച് വരുത്തി ഞാൻ ഒരു ചോറ് തിന്നതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ചോറ് ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. വൈകിട്ടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോത്രത്ത് ഫെസ്റ്റിനാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇറങ്ങിയത്. അപ്പോൾ കാർണിവലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഉറങ്ങിപ്പോയി. ഒഴിവൂട്ടി കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങിപ്പോയി. ഞാൻ നാത്തൂനും അഞ്ചേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. പിള്ളേർ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അവരെ കൂടി എല്ലാവരും കൂടി ചേച്ചിയും പിള്ളേരൊക്കെ കൂടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുമായിരിക്കുള്ളൂ.
ഞാനിങ്ങോട്ട് നേരത്തെ പിള്ളേരില്ലാത്ത കാരണം നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗോതിരത്ത് ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ കാണിച്ചു തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പം ഇതാണ് കേട്ടോ, ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഫോർ ഫുഡ് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടോ ഫുഡ് സ്റ്റാളിൻ്റെ കാര്യത്തോട്ടൊക്കെ പോകാൻ. അപ്പോഴൊക്കെ പിള്ളേരും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കേണ്ട. ഇവിടെ ഇങ്ങനെ തിന്നുകൊണ്ട് മത്സരമൊക്കെ എടുക്കണ്ടെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റിയില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമുണ്ട്. അവിടെ ആ നേരത്ത് പോയി നിന്നുകൊണ്ട് ക്യാമറയും കൊണ്ട് പോയി നിന്ന് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ അതെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ പിടിച്ചു വന്നു കേട്ടോ. അപ്പം നമ്മുടെ ഗോത്രത്തിൻ്റെതായ തനതായ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ. ഓരോ വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ നേരത്തെ എല്ലാവരും ക്ഷണിക്കണമെന്ന് ഓർത്ത് വെച്ചാണ്. പക്ഷെ വിട്ടുപോയി, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വൈകിപ്പോയി. അപ്പം ഞാൻ ഇപ്പോഴേ പറയാനട്ടെ, ഇനിയിപ്പോൾ 2027 ജനുവരി 1 വീഡിയോ കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്താൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനുവരി 1 2027 വൈകിട്ട് ഇങ്ങോട്ട് വെച്ച് പിടിച്ചോ ഗോത്രത്തിൽ. ലൊക്കേഷനൊക്കെ ഞാൻ ഷെയർ ചെയ്തേക്കാട്ടെ ഇതിൻ്റെ അടിയിൽ. സംഭവം അടിപൊളിയാണ്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ല അടിച്ച് പൊളിച്ച് ചില്ലൗട്ടൊക്കെ ചെയ്ത് പോകാം. ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടാണ്. പിന്നെ ഇങ്ങനെ ഫുഡ് സ്റ്റാളിലൊക്കെ കയറി ഇറങ്ങി നടന്ന കാരണം പ്രോഗ്രാമിലൊക്കെ അങ്ങനെ കാണാൻ പറ്റിയില്ല കേട്ടോ. പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാ കാണുന്നത്. അത്യാവശ്യം ഗോതിരത്താർ മുഴുവനും നമ്മളുടെ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഞാൻ പഠിച്ച ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടും കൂടിയാണ് ഇത്. 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാനിവിടെ ആയിരുന്നു. എൻ്റെ സ്കൂളാണ് ചുറ്റാക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗോതിരത്ത് ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക.